കുട്ടിക്കാലത്തെ ക്രിസ്മസ് ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് പാലക്കാട് രൂപതാ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. ക്രിസ്മസ് അവധിയും കാരളും പുൽക്കൂട് നിർമ്മാണവും എല്ലാം ഇപ്പോഴും മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന നിമിഷങ്ങളാണ് എന്ന് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറയുന്നു. കോട്ടയം ജില്ലയിലെ മരങ്ങോലി എന്ന ഗ്രാമത്തിൽ മാണിയുടെയും ഏലിക്കുട്ടിയുടെയും 7 മക്കളിൽ 6ാമനായ ബേബി ഇന്ന് പാലക്കാട് രൂപതാ ബിഷപ്പാണ്, മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. ക്രിസ്മസ് കാലമാകുമ്പോൾ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പഴയ ബേബിയാകും. കുട്ടിക്കാലത്തെ ക്രിസ്മസ് ആഘോഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആവേശം വാക്കുകളിലും ഓർമ്മകളിലും. പ്രത്യേകിച്ച് ഈ ക്രിസ്മസിൻ്റെയൊക്കെ ആഘോഷങ്ങൾ, ക്രിസ്മസിൻ്റെ നാളുകൾ വരുമ്പോഴേക്കും വളരെ സന്തോഷകരമായൊരു കാര്യം, ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ഒരു അവധിക്കാലമുണ്ട്. ഒരു നല്ലൊരു അവധിക്കാലം. അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞ് ഈ അവധിക്കാലത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി, അത് ഒരു അധ്യയന വർഷത്തിൻ്റെ ഒരു അവധിക്കാലം എന്നതിനേക്കാൾ കൂടുതൽ അവധിക്കാലത്ത് നടത്താനിരിക്കുന്ന ക്രിസ്മസിൻ്റെ ആഘോഷമാണ്. ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷ എന്നോ ക്രിസ്മസ് അവധി എന്നൊക്കെ തന്നെയാണ് നമ്മളതിന് പേര് പറയുന്നത് തന്നെ, ക്രിസ്മസ് അവധി. ക്രിസ്മസ് അവധിക്കാലത്ത് വളരെ ഭംഗിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക. പുൽക്കൂട് നിർമ്മാണവും കരോളിന് പോകുന്നതുമെല്ലാം അത്രയേറെ ഇഷ്ടം. രാത്രിയിൽ കരോൾ സംഘത്തോടൊപ്പം വീടുകൾ കയറി പുലർച്ചെ വരെ യേശുവിൻ്റെ വരവറിയിച്ചുള്ള സന്തോഷഗീതങ്ങൾ പാടിപ്പോകുന്ന സംഘത്തിനൊപ്പം ബേബിയും ഉണ്ടാകും. വികാരിയായിരുന്ന സമയത്ത് കരോൾ സംഘത്തിൻ്റെ കൂടെ ഞാനും പോയിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോഴും മറ്റ് ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ പോലും ഒത്തിരി സന്തോഷമുണ്ട് ചില ഏരിയയിൽ. അപ്പോൾ അങ്ങനെയുള്ള വീടുകളിൽ പോലും അവർ തന്നെ വിളിച്ച് കയറ്റി പ്രാർത്ഥിച്ച് പോകുന്ന ഒരു അനുഭവം. അത് ഞാൻ പറഞ്ഞു വന്നത് മുമ്പുണ്ടായിരുന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരും വളരെ താല്പര്യത്തോടു കൂടി നോക്കി കാണുന്ന ഒരു സംഭവം, യേശുവിൻ്റെ ജനനം, അതിൻ്റെ ഓർമ്മയാചരിക്കുന്ന സംവിധാനങ്ങൾ, വീടുകളിൽ കൂടെ വരണം, പോകണം, പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം. ഇന്ന് ക്രിസ്മസ് കാലത്ത് ബിഷപ്പ് എന്ന നിലയിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകേണ്ടതുണ്ട്. തിരക്കുകൾ കഴിഞ്ഞ് ജന്മനാട്ടിലേക്ക് ഒരു യാത്രയുണ്ട്. കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ദിനത്തിൽ ആയിരിക്കുക അത് എളുപ്പമല്ല, സാധിക്കില്ല ആ ദിവസം. കാരണം ഞാനും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ തന്നെയുള്ള പള്ളികളിൽ ഒക്കെ തിരുക്കർമ്മങ്ങൾ നടത്തിയിട്ട് വേണം പോകാനായിട്ട്. തൊട്ടടുത്ത് വരുന്ന ദിവസങ്ങളിൽ എനിക്ക് ആ പരിസരങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ എന്തെങ്കിലും കാര്യം നടത്താനുണ്ടെങ്കിൽ, പൊതുപരിപാടികളിൽ പങ്കെടുക്കാനുണ്ടെങ്കിൽ ഞാൻ പിന്നെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഇനി അഥവാ വേറെ പ്രോഗ്രാമൊന്നും അടുത്ത ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ സാധിക്കുന്ന പോലെ ഒന്ന് പോയിട്ട് തിരിച്ച് പോരും. അച്ഛനും അമ്മയും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷേ അവരുടെ പ്രിയപ്പെട്ട ബേബിയുടെ മനസ്സിൽ മാതാപിതാക്കൾക്കൊപ്പമുള്ള ക്രിസ്മസ് കാലമാണ് നക്ഷത്രം പോലെ തിളങ്ങി നിൽക്കുന്നത്. ക്യാമറാമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് മലയാളം, പാലക്കാട്.